പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നാം പഠിക്കാൻ പോകുന്നത് കിരാതവൃത്തം എന്ന കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കടമ്മനിട്ട രാമകൃഷ്ണനെ കുറിച്ച്? പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കടമ്മനിട്ട രാമകൃഷ്ണനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആധുനിക ജീവിതത്തിലെ ധർമ്മസങ്കടങ്ങളും പ്രതിസന്ധികളും കവിതയിലൂടെ ആവിഷ്കരിച്ച കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഏതാണെന്നറിയാമോ? പത്തനംതിട്ടയ്ക്കടുത്തുള്ള കടമ്മനിട്ട എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചത്. 1935 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കടമ്മനിട്ട കാവിലെ അനുഷ്ഠാന കലാരൂപമായ പടയണി എന്ന് കേട്ടിട്ടുണ്ടോ? പടയണിയുടെ ആശാനായ മേലേത്തറയിൽ രാമൻ നായരാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പിതാവ്. അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നാണ്. കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ അപ്പൂപ്പൻ ഒരു സന്യാസ ജീവിതം നയിക്കുകയും അദ്ദേഹം ജാനകിദാസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സന്യാസിയായ ജാനകിദാസ് കറുകച്ചാലിനടുത്ത് ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ഭജനകൾ പാടുകയും ചെയ്തിരുന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുത്തശ്ശൻ്റെ ആശ്രമത്തിൽ പോവുകയും ഭജനകൾ കേൾക്കുകയും അവിടെയുള്ള മതഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുക പതിവായിരുന്നു. തൻ്റെ മകനെ ഒരു ഉദ്യോഗസ്ഥനായി കാണാനുള്ള ആഗ്രഹം മൂലം കവിയായ രാമകൃഷ്ണൻ്റെ പിതാവ് രാമൻ നായർ പടയണി തൻ്റെ മകനെ പഠിപ്പിച്ചില്ല. പഠിക്കാൻ സമർത്ഥനായിരുന്ന രാമകൃഷ്ണൻ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മേലപ്ര സ്കൂളിലാണ് പൂർത്തീകരിച്ചത്. അവിടെ നിന്നും അദ്ദേഹം കോട്ടയം CMS കോളേജിൽ കോളേജ് വിദ്യാഭ്യാസം ചെയ്യുകയും കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് കവിയായ രാമകൃഷ്ണൻ അന്ന് കാറൽ മാർക്സിൻ്റെ മൂലധനം എന്ന കൃതി വായിക്കുകയും മാർക്സിയൻ ക്ലാസിക്കുകൾ വായിക്കാനിടയായ അദ്ദേഹം പ്രബുദ്ധനായി രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി. എന്നിട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. പത്തനംതിട്ടയിലെ താലൂക്ക് കമ്മിറ്റി അംഗമായി കടമ്മനിട്ട രാമകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 1959
ഇദ്ദേഹത്തിന് മദ്രാസിൽ പോസ്റ്റൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൽ ജോലി ലഭിച്ചു. പിന്നീട് 1992 ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. 1996 ആറന്മുളയിൽ നിന്നുള്ള MLA ആയി നിയമസഭയിൽ എത്തുകയും ചെയ്തു. ഇതുകൂടാതെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായും കടമ്മനിട്ട രാമകൃഷ്ണൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മലയാളിയെ മൊത്തത്തിൽ സ്വാധീനിച്ച ഒരു കവിയാണ് കടമ്മനിട്ട എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുടനീളമുള്ള വേദികളിലൂടെ കവിതകൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം താളമേളങ്ങളോടെ കൊട്ടിപ്പാടി കവിത ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പൗരുഷമായ സ്വരത്തോടുകൂടി, എന്നാൽ കവിതയുടെ ഭാവത്തിന് വിധേയമായി നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗർജിക്കുകയും അതേസമയം തന്നെ എവിടെ പോയി എൻ്റെ കിടാങ്ങൾ എന്ന് പാടിക്കൊണ്ട് നിലവിളിക്കുകയും ചെയ്ത കടമ്മനിട്ട രാമകൃഷ്ണൻ ഒരു ജനസമൂഹത്തെ കവിതയിലേക്ക് ആകൃഷ്ടനാക്കുകയാണ് ചെയ്തത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കവിത ഭരിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായി എന്ന് തന്നെ പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പടയണിയുടെ മാതൃസങ്കല്പവും അതുപോലെ തന്നെ നഗരഗ്രാമങ്ങളുടെ സംഘർഷവും മാത്രമല്ല പരിസ്ഥിതി വിനാശത്തിലുള്ള അമർഷവും അതുപോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പും എടുത്തു പറയാവുന്ന പ്രത്യേകതകൾ തന്നെയാണ്. കുപ്പമാടക്കുഴിയിലുള്ളവർ അഭിനിവേശ വർഗത്തിനെതിരെ തലയുയർത്തി നിന്ന് പണമുയർത്തി ചീറിപ്പാഞ്ഞു വരുന്നതുപോലെയുള്ള ഒരു കാഴ്ചയാണ് കടമ്മനിട്ട കവിതകളിലുള്ളത്. മറ്റൊരു എടുത്തു പറയാവുന്ന പ്രത്യേകത നമ്മുടെ ചൊൽക്കാഴ്ചയെയും കവിയരങ്ങിനെയും
പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മലയാള കവിതയുടെ ചൊല്ലൽ പാരമ്പര്യത്തെയാണ് യഥാർത്ഥത്തിൽ കടമ്മനിട്ട തിരിച്ചു പിടിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് അറിയാമോ? മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കടമ്മനിട്ട കവിതകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അത് മാത്രവുമല്ല, വേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് വിവർത്തന കൃതികളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന കൃതിയെ ഗോദോയെ കാത്ത് എന്നും, അതുകൂടാതെ ഒക്ടോവിയോ പാസിൻ്റെ സൺസ്റ്റോൺ എന്ന കൃതി സൂര്യശില എന്നും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറയുകയാണെങ്കിൽ മലയാള കവിതയുടെ ഒരു നാഴികക്കല്ലായിട്ട് തന്നെയാണ് കടമ്മനിട്ട കവിതകൾ നിലകൊള്ളുന്നത്. കടമ്മനിട്ട കവിതകളെക്കുറിച്ച് കവിയായ ONV കുറുപ്പിൻ്റെ വാക്കുകളും ശ്രദ്ധേയമാണ്. എന്താണ് ONV കുറുപ്പ് കടമ്മനിട്ട കവിതയെക്കുറിച്ച് പറഞ്ഞത്? മലയാള കവിതയുടെ ദീപ്തമുഖമാണ് കടമ്മനിട്ട കവിത. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താണ്? മണ്ണിൻ്റെ മണമാണ് കടമ്മനിട്ട കവിതകളിൽ കാണുന്നത്. പിന്നെയും മറ്റൊരു കാര്യം ONV കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും മാനുഷികതയാണ് കടമ്മനിട്ട കവിതകളിൽ കാണുവാൻ കഴിയുന്നത് എന്ന ONV കുറുപ്പിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ കടമ്മനിട്ട കവിതകൾ മലയാള കവിതയുടെ പൗരുഷപ്രവാഹമാണെന്നും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ശക്തി പടയണിയിൽ നിന്ന് സ്വാംശീകരിച്ചതാണെന്നും നാം അടിവരയിട്ട് പറയാവുന്നതാണ്. ഇനി പടയണിയിലെ താളവും പാട്ടും ചേർന്നതാണ് കടമ്മനിട്ട കവിത എന്ന് നാം മനസ്സിലാക്കി. എന്താണ് പടയണി? നിങ്ങൾ കേട്ടിരിക്കും, അല്ലെങ്കിൽ കണ്ടിരിക്കും. അതായത് മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി കാവുകളിൽ അരങ്ങേറുന്ന ഒരു ജനകീയ അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. സജീവ ജനപങ്കാളിത്തമുള്ള ഈ അനുഷ്ഠാന കലാരൂപത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? കൊട്ടും പാട്ടും താളവും തുള്ളലും ചിത്രങ്ങളും ശില്പങ്ങളും ദീപാലങ്കാരങ്ങളും എല്ലാം പടയണിയിൽ അടങ്ങിയിരിക്കുന്നു.
പടയണിയിലെ പ്രധാന ഇനങ്ങളാണ് എന്തൊക്കെ? കോലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു സുപ്രധാന ഇനമാണ് പടയണിയിലെ കോലങ്ങൾ. ഇപ്പം നല്ലവണ്ണം വ്യക്തമായി കാണും. എന്താണ് കാഞ്ഞൂർ കോലം? നിങ്ങളെല്ലാവരും ആഘോഷത്തോടെ പങ്കെടുക്കുന്നതാണ് അല്ലേ? കോലം, കാഞ്ഞൂർ കോലം. ഈ കോലം പടയണിയിലെ ഒരു സുപ്രധാന ഇനമാണ്. ഈ കോലങ്ങളിൽ തന്നെ പലത് ഉണ്ട്. ഗണപതിക്കോലം, ഭൈരവീക്കോലം, മറുത, കാലൻ, കുതിര തുടങ്ങിയുള്ള ഇനങ്ങളിലായി കോലങ്ങളുണ്ട്. ഇതിന് കോലം കെട്ടാൻ പാളകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങളെല്ലാം പോയി കാണുന്നതാണ് അല്ലേ? എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നതാണ്. എത്ര പാളകളാണ് അതിൽ ഉപയോഗിക്കുന്നത്? 101 പാളകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ വലിപ്പമുള്ളത് നിണഭൈരവി കോലമാണ്. അറിയാമല്ലോ, നല്ല വലിപ്പം. ആ വലിപ്പമുള്ള കോലം തലയിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലായി ചട്ടക്കോലിന്മേൽ ഇരു കൈകളും കൊണ്ട് പിടിച്ചുകൊണ്ടാണ് കോലം ഉറഞ്ഞു തുള്ളി വരുന്നത്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാ തവണയും അത് കാണുന്നതാണ്. ഈ കോലത്തിനുള്ള അലക് എന്താണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? കവുങ്ങ്. കവുങ്ങിൻ്റെ അലകാണ് ചട്ടമായിട്ട് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? എന്നിട്ട് ഇതിലെ നിറങ്ങളെല്ലാം പ്രകൃതിദത്തങ്ങളാണ് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പാട്ടിനും തുള്ളലിനുമൊപ്പം ചടുലമായ താളങ്ങളോടെ ഉറഞ്ഞു തുള്ളി വരുന്ന കോലം രൗദ്രരൂപിയായ കാളിയുടെ തനി സ്വരൂപമാണ്. ആ കഥ അറിയാമല്ലോ. എന്താണ്? ദാരികവധത്തിന് ശേഷം ഉഗ്രരൂപിണിയും രക്തദാഹിയുമായ കാളിയാണ് നിണഭൈരവി കോലത്തിൽ അരങ്ങിലെത്തുന്നത്. രൗദ്രഭാവമാണ്, അതോടൊപ്പം ചടുല താളങ്ങളുമാണ്. ഇടത് കൈയിൽ കോലവും താങ്ങി വലത് കൈയിൽ വാളും പിടിച്ച് രൗദ്രഭാവത്തോടുകൂടി പന്തവും കുത്തിക്കൊണ്ട് അരങ്ങിലേക്കെത്തുന്നു. ഈ നിണഭൈരവി കോലം രൗദ്രഭാവങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള കിരാതവൃത്തം എന്ന കവിതയിലെ കാട്ടാളൻ എന്ന സങ്കല്പം ഭൈരവി കോലത്തിൽ നിന്ന് കടമ്മനിട്ട സ്വാംശീകരിച്ച് എടുത്തതാണ്. ഇത്രയും കാര്യങ്ങൾ
നിങ്ങൾ കിരാതവൃത്തം എന്ന കവിത പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി പാഠഭാഗം നല്ല കൃത്യമായി ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ കവിതയുടെ ആശയത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. കവിത പഠിപ്പിക്കുന്നതിന് മുമ്പ് പല ആവർത്തി നിങ്ങൾ കിരാതവൃത്തം എന്ന കവിത വായിച്ച് നോക്കേണ്ടതാണ്. കവിത ഞാനൊന്ന് വായിക്കാം. പുസ്തകം 22-ാം പേജ്. നിങ്ങൾ ഓരോ വരിയും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കിരാതവൃത്തം. കവി കടമ്മനിട്ട രാമകൃഷ്ണൻ. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും, കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും, നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ, ആകാശത്ത് അച്ഛൻ ചത്തു കിടപ്പത് കണ്ടു നടുങ്ങി, മലയോരത്ത് അമ്മയിരുന്ന് ദഹിപ്പത് കണ്ട് കലങ്ങി, മുല പാതി മുറിഞ്ഞവൾ ആറ്റിൻകരയിൽ കനലായി വിളിച്ചു, കനലിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്ന് ആഞ്ഞുതറച്ചു, കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമല പോലെ, ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ, അലകടലിൻ വേര് പറിക്കാൻ കുതറി കാട്ടാളൻ, ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴ നീരിനു മാനം നോക്കി ഇരുന്നു കാട്ടാളൻ, മാനത്തിന് മൗനം, ഭ്രാന്തസ്നേഹത്തിന് ദാഹം പെരുകി, മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ, കരിമേഘം ചത്തുകിടക്കും കാകോളക്കടലോ മാനം, കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ, എവിടെൻ്റെ കിനാക്കൾ വിതച്ചോ ഒരിടിമിന്നൽ പൂക്കും മാനം, എവിടെൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ, കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ തരിവളമുട്ടി, കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ, കരിവീട്ടി കാതൽ പിണഞ്ഞും കൺപീലി കാടുവിടർന്നും, കവിളത്ത് അഴകേഴു വളഞ്ഞും പൂഞ്ചായൽ കെട്ടുകളൂർന്നും, ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി, കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ, മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു മൂന്തിന് ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാൻ ഇന്നെവിടെ, എവിടെ പോയി എൻ്റെ ദിനങ്ങൾ,
എവിടെ പോയി എൻ്റെ കിടാങ്ങൾ? തേൻകൂടുകൾ തേടിപ്പോയോരാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ. പൂക്കൂട നിറയ്ക്കാൻ പോയോരെൻകുട്ടികൾ പെൺപൈതങ്ങൾ. അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയോരാമ്പൽ പൂ മുട്ടികളെവിടെ? തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാഠികളിൽ. മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടെല്ല് നിവർന്നെഴുന്നേറ്റു. ചുരമാന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി. മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ. മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാല കൊണ്ട് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. കുരലൂരിയെടുക്കും ഞാനാ കുഴലൂതി വിളിക്കും വീണ്ടും. മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും. കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. ഇടിമിന്നൽ ഒടിച്ചമ്പഗ്നി തിരയായ കരിമുകിലിൽ ചെന്നുരയും. പൊരിപേമഴയായി പൊഴിയും പൊടിവേരുകളായി പടരും. മുള പൊട്ടി വിളിക്കും കിരണം. ഒരു സൂര്യൻ ഉദിക്കും. നിഴലായിട്ട് അമ്പിളി വളരും. വളരും വനമൂടികളാടിത്തെളിയും. വനമൂർച്ചയിൽ ദുഃഖം തകരും. ഞാൻ അന്ന് ചിരിക്കും. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇതാണ് കിരാതവൃത്തം കവിത. വായിക്കാനുള്ള പരിശീലനമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നല്ലവണ്ണം കവിത വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം.